ഓരോ യാത്രയിലും നമുക്ക് സമ്മാനിക്കുന്നത് മറക്കാൻ പറ്റാത്ത സുന്ദര നിമിഷങ്ങളും ഓർമ്മകളുമായിരിക്കും. അത്തരമൊരു ചെറിയ യാത്രയിലാണിപ്പോൾ. ഇത് കോഴിക്കോടിൻ്റെ സിറ്റിക്കകത്തെ പല ഭാഗങ്ങളും കോർത്തിണക്കിയ ഒരു ചെറിയ യാത്ര. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നോടൊപ്പം ചേരാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം പരിചിതമായ സ്ഥലങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തുന്ന ചിത്രം കൂടി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, യാത്രകൾ അങ്ങനെയാണ്. ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ മനസ്സിലേക്ക് ഓടി വരും. ആ ഒരു സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. കോഴിക്കോടിനെ കുറിച്ച് അറിയാമല്ലോ, ഒട്ടനവധി ടൂറിസ്റ്റ് പ്ലേസുകൾ ഉള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. ചരിത്രം പറയുകയാണെങ്കിൽ അങ്ങ് ഒരുപാട് പറയാനുണ്ട്. എനിക്കെപ്പോഴും വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. അതിനൊരു കാരണവുമുണ്ട്. ഇവിടുത്തെ സൗന്ദര്യം നിറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെയാണ് പിന്നെയും പിന്നെയും എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. കൂട്ടുകാരികളോടൊപ്പമോ അതോ കൂട്ടുകാരന്മാരോടൊപ്പം ഉള്ള യാത്രയിൽ ഓർമ്മപ്പെടുത്തലുകളില്ല, സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ മാത്രം. വെരി ഹാപ്പി മൊമെൻറ്റ്. പക്ഷേ പിന്നീട് തനിച്ചൊന്ന സ്ഥലങ്ങളിൽ വന്നു ചേർന്നാൽ അതൊരു ഓർമ്മയായി മാറും. സന്തോഷവും സങ്കടങ്ങളും മാറി മാറി നൽകുന്നതാണ് യാത്രകൾ. യാത്രകൾ ചിലർക്ക് സന്തോഷം നിറഞ്ഞതും മറ്റു ചിലർക്ക് സങ്കടങ്ങൾ ചേർന്നതുമാണ്. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ യാത്രകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോടിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. എത്ര തന്നെ കണ്ടാലും മതിവരാത്ത ഒരുപാട് കാഴ്ചകൾ ഈ സിറ്റിക്കകത്ത് തന്നെ ഉണ്ട്. അതിലോരോ യാത്രകളും ഓരോ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തീർച്ചയായും കൊണ്ടുവരും. ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഉപജീവിതം നടത്തുന്ന ഒരുപാട് പേരെ പല യാത്രകളും നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം സഹായിക്കാനുള്ളൊരു മനസ്സ് മാത്രമാണ് നമുക്ക് മറ്റൊരു യാത്ര പുറപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നത്. എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ പറ്റുന്നവരെല്ലാം നമ്മൾ സഹായിക്കണം. ഇനി നമുക്ക് കോഴിക്കോടിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. കേരളത്തിലെ ഒരു പ്രധാനമായ നഗരം, ജില്ലയിലെ ഭരണകേന്ദ്രവുമാണ്. അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ചരിത്രപരമായും സാംസ്കാരികപരമായും വലിയ പ്രാധാന്യമുള്ളതാണ്. വടക്കൻ കേരളത്തിലെ അറബിക്കടലിൻ്റെ തീരത്താണ് കോഴിക്കോട് ജില്ല സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത ജില്ലകൾ കണ്ണൂർ, വയനാട്, മലപ്പുറം. കോഴിക്കോട് പുരാതന കാലത്ത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് സുപ്രധാനമായ ഒരു തുറമുഖ നഗരമായിരുന്നു. ചുരുക്കത്തിൽ ചരിത്രപരവും ആധുനികതയും സമ്മാനിച്ച ഒരു നഗരമാണ് കോഴിക്കോട്. ഇവിടെ പ്രകൃതിയും സംസ്കാരവും ഒരേപോലെ മനോഹരമാണ്. ജില്ലയിൽ വിനോദസഞ്ചാരികൾക്ക് കാണാനും ആസ്വദിക്കാനും നിരവധി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. പ്രകൃതി, ചരിത്രം, സാംസ്കാരികം, തീരദേശ സൗന്ദര്യം എന്നിവ മനോഹരമാണ് ഈ ജില്ല. കാപ്പാടി ബീച്ച്, ബേപ്പൂർ പോർട്ട്, തുഷാരഗിരി വെള്ളച്ചാട്ടം, കോഴിപ്പാറ, മാനാഞ്ചിറ സ്ക്വയർ, കക്കാടുംപൊയിൽ എന്നിങ്ങനെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിച്ച നഗരം. കോഴിക്കോടിൻ്റെ പാചകശൈലി കേരളത്തിൽ പ്രശസ്തമാണ്. ചുരുക്കത്തിൽ കോഴിക്കോട് ഒരു സംസ്കാരവും വ്യാപാരവും വിദ്യാഭ്യാസവുമായ ഒരു സമൃദ്ധിപൂർണ്ണ നഗരമാണ്. അതിൻ്റെ ഔദാര്യവും വൈവിധ്യവും ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട പല ആക്ടർമാരുടെയും കഥാകാരുടെയും ഉറവിടം. കോഴിക്കോടിൻ്റെ മിമിക്രി, ഡ്രാമ, കലാപ്രവർത്തനങ്ങൾ പല മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ട്, ഒപ്പനപ്പാട്ട്, ദഫുമുട്ട്, കോൽക്കളി എന്നിവ കോഴിക്കോടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. വടക്കേ കേരളത്തിലെ നാടൻ കലയ്ക്ക് ഒരു അടിസ്ഥാനമായ ജില്ല. കോഴിക്കോടിൻ്റെ സജീവമായ ലൈബ്രറി നെറ്റ്വർക്കുകൾ, മലയാളത്തിൽ വായനയെ വളർത്തിയിടങ്ങൾ. തലശ്ശേരിയിലും കോഴിക്കോട് മേഖലയിലും പല പുരാതന പുസ്തക ശേഖരങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് പാരമ്പര്യമായി നിലനിൽക്കുന്നു. സമൂഹമായ വിഷയങ്ങളിൽ പ്രബുദ്ധമായ ഇടപെടൽ കാണുന്ന ഒരു നഗരം. പത്രപ്രവർത്തന, രാഷ്ട്രീയ, മതമൗലികതയും സംവേദനശീലമായ ജനങ്ങൾ. പ്രകൃതിയെയും മതസൗഹൃദത്തെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആധുനിക പശ്ചാത്താപമില്ലാത്ത ഒരു സമൂഹം. പുരാതന വൈദിക വിദ്യാഭ്യാസവും പുതിയ IT പാർക്കും ഒരേ നഗരത്തിൽ. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണ് ഇത്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിൻ്റെ മനോഹരമായ കാഴ്ചകളോടൊപ്പം ചരിത്രം, സംസ്കാരം, വിശ്രമം എല്ലാം ഒരുമിച്ച് നൽകുന്ന ഒരു സ്ഥലമാണ്. മികച്ചൊരു സൂര്യോദയം സൂര്യാസ്തമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. വിശേഷിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടെ വലിയ തിരക്കായിരിക്കും. ഇവിടെ നിരവധി കടകളും ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും അനുയോജ്യമായ ഗാന്ധി പാർക്കും കാണാനാവുന്ന ലൈറ്റ് ഹൗസും ഈ പ്രദേശത്തുണ്ട്. ബീച്ചിൽ പലപ്പോഴും ഔദ്യോഗിക പരിപാടികളും കലാപരിപാടികളും നടത്താറുണ്ട്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം പോലുള്ള ദിവസങ്ങളിൽ. ഇവിടെ വിസിറ്റിങ്ങിന് ഏറ്റവും അനുയോജ്യം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അതും വൈകുന്നേരങ്ങളിൽ വരുന്നതായും ഏറ്റവും അനുയോജ്യം. മഴക്കാലങ്ങളിൽ അതിശക്തിയായി കടലാക്രമണങ്ങളും തിരമാലകളും ഉള്ളതിനാൽ മുൻകരുതലുകൾ വേണം. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒട്ടനവധി തൊഴിലാളികളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് കോഴിക്കോട് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ മത്സ്യവ്യാപാരം നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കൊന്ന് ചേർത്ത് പോകാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് യാത്രാ വിവരണങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. പ്ലീസ് സപ്പോർട്ട് മീ. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.